നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. നീ ഇവിടെ ഉണ്ടെങ്കിലേ ഏത് ഫംഗ്ഷൻ നടത്തിയാലും ഞങ്ങൾക്ക് സന്തോഷാവും. നീ എത്തണമെന്ന് ചേച്ചി അത്രമാത്രം ആഗ്രഹിച്ചു മോളെ. ഇതെന്താ അമ്മു? ഈ സമയത്ത് കറുത്ത വളകൾ ധരിക്കുന്നത് നല്ലതാ ചേച്ചി. താ. അമ്മു, ആ രാജുട്ടാ, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ PhD എടുത്ത ആളാ അമ്മു. അല്ല, നീ എങ്ങനെ ഇവിടെ എത്തി അമ്മു? ഓട്ടോയിലാ വന്നത്. ഓ, രാജു, നീ ആ മഞ്ഞളും എടുത്തേ. രാജു, നീ അകത്തേക്ക് പോയിക്കോ. ആർക്കും ഒരു സംശയത്തിന് ഇട നൽകണ്ട. ശരി അപ്പച്ചി. അമ്മു, ഞാൻ പോയിക്കോട്ടെ. ശരി രാജുട്ടാ. ഈ ഒരു നിമിഷത്തിന് വേണ്ടിയ മോളെ ഞാൻ കാത്തിരുന്നത്. കവിതേച്ചി എന്നെ എന്തൊക്കെ പറഞ്ഞെന്നറിയോ മോളെ? കവിതേച്ചിയുടെ സ്വഭാവം നമുക്ക് അറിയാവുന്നതല്ലേ. അതൊന്നും ചേച്ചി ആലോചിച്ച് വിഷമിക്കണ്ട. പെരുവണ്ണാപുരത്തമ്മ ചേച്ചിക്ക് ഒരു കുഞ്ഞിനെ തന്നിട്ടുണ്ടെങ്കിൽ അമ്മ അതിനെ സംരക്ഷിക്കുകയും ചെയ്യും. നീ ഇവിടെ എത്തും വരെ ചേച്ചിക്ക് എന്തെന്നില്ലാത്ത ആദ്യമായിരുന്നു മോളെ. നിന്റെ കൈകൊണ്ട് ഈ മഞ്ഞളിട്ട പിന്നെ ഒരു സമാധാനമായത്. നിന്റെ അനുഗ്രഹം കിട്ടിയ സ്ഥിതിക്ക് ഇനി ഒരു ശക്തിക്കും എന്റെ കുഞ്ഞിനൊരു പോറൽ പോലെ ഏൽപ്പിക്കാൻ പറ്റില്ല. നിന്റെ പ്രാർത്ഥന ഒന്നുകൊണ്ട് മാത്രം മോളെ ചേച്ചിക്ക് ഭാഗ്യമുണ്ടായത്. നീ പറഞ്ഞു തന്ന നേർച്ചകളാ ഞങ്ങളുടെ ഇപ്പോഴത്തെ എല്ലാ സൗഭാഗ്യങ്ങൾക്കും കാരണം. ജീവനുള്ളിടത്തോളം കാലം നിന്നെ മറക്കില്ല അമ്മു. നീ ആരാടി? എല്ലാവർക്കും അനുഗ്രഹം കൊടുക്കുന്ന ദേവിയോ?
അനുഗ്രഹം കൊടുക്കുന്ന ദേവി മാത്രമല്ല ഞാൻ. വേണ്ടി വന്ന ചുട്ടു ഭസ്മമാക്കാൻ പോന്ന ദുർഗ കൂടിയാ. ദക്ഷയെ ചുട്ടിച്ചാരമാക്കാൻ നിനക്ക് കഴിയില്ല. ദക്ഷ എന്ന രണ്ടക്ഷരത്തിനു മുന്നിൽ മംഗലശ്ശേരിക്കാർ നടുങ്ങി വിറയ്ക്കുന്നതൊന്നും നീ അറിയുന്നില്ലേ? അവര് ശുദ്ധാത്മാക്കളായതുകൊണ്ട്, നിങ്ങളോട് എന്തോ മഹാപാപം ചെയ്തു പോയെന്ന് വിശ്വസിക്കുന്നതുകൊണ്ട്. എന്നോട് എന്റെ കുടുംബത്തോടും ചെയ്തത് പാപമല്ലാതെ പിന്നെ എന്താടി? നിങ്ങൾ എന്തായി കാണിക്കുന്നത്? കൊച്ചിന്റെ കഴുത്തിന് പിടിവിട്. എന്നെ ചോദ്യം ചെയ്യാൻ നീ ആരാടാ? കേറാ വണ്ടിയില്. ഇവരൊച്ചയുണ്ടാക്കിയ മംഗലശ്ശേരിയിലുള്ളവര് വരുമല്ലോ. മംഗലശ്ശേരിയിലുള്ളവരെ അറിയിക്കാതെ പോകാൻ നിനക്ക് കഴിഞ്ഞു. പക്ഷെ നീ വന്നാ നിന്റെ മണം പിടിച്ച് ഞാനത് മനസ്സിലാക്കും. നിന്നെ ഒരു നരന്ത് പെണ്ണായിട്ടാ ഞാൻ കണ്ടത്. എനിക്ക് നീ ഒരു പ്രതിയോഗിയല്ലായിരുന്നു. പക്ഷേ നിന്നെ ഞാനിപ്പോ നന്നായി മനസ്സിലാക്കി കഴിഞ്ഞു. ദക്ഷയുടെ ശരിക്കുള്ള ശത്രു നീയാ. ദക്ഷമ്മ അത് മനസ്സിലാക്കാൻ വൈകിയതില് ഞാനല്ല കുറ്റക്കാരി. ഞാൻ ശരിക്കും ആരാണെന്ന് മംഗലശ്ശേരിയിലുള്ളവർക്ക് അറിയില്ലെങ്കിലും ദക്ഷമ്മയ്ക്ക് അതറിയാം. മംഗലശ്ശേരി വീടിന്റെ മരുമകൾ. ആ വീടിന് നേരെ ഒരു ശത്രു വന്നാൽ പ്രതികരിക്കേണ്ടത് മരുമകളായ എന്റെ കടമയാണ്. എന്റെ ജീവൻ കൊടുത്തും ഞാൻ അവരെ രക്ഷിക്കും. ഞാൻ ആരാണെന്ന് വെളിപ്പെടുത്താൻ ദക്ഷമ്മയ്ക്കോ മകൾക്കോ കഴിയില്ല. വെളിപ്പെടുത്തിയാൽ മകളുടെ മോഹം പൂവണിയില്ല. അതേടി, ഞാനത് പറഞ്ഞ ശ്രീദേവി നിന്നെ നിലവിളക്ക് തന്ന് പടി കയറ്റുമെന്ന് എനിക്കറിയാം. നിന്റെ കണക്ക് കൂട്ടലുകളൊക്കെ പിഴയ്ക്കും. എന്റെ മകളുടെ കല്യാണത്തിന് മുൻപ് നീ സ്വാതിയുടെ കയ്യും പിടിച്ചു വരൂന്നല്ലേ വെല്ലുവിളിച്ചത്? ദക്ഷമ്മയ്ക്ക് അതിലൊരു സംശയവും വേണ്ട. സ്വാതിക്ക് നടക്കാൻ കഴിഞ്ഞെന്നറിഞ്ഞ ആ മനയിലിട്ട് തന്നെ അവളുടെ കാലുകൾ ഞാനായിട്ട് വെട്ടിമാറ്റും. ദൈവം മുറിക്കാൻ വിധിച്ചത് ദക്ഷയുടെ കൈകൊണ്ടാവും. എന്നിട്ട് ഞാൻ എന്റെ മകളുടെ കല്യാണം നടത്തിയിരിക്കും. അത് കഴിഞ്ഞ് ദക്ഷയുടെ തൃക്കണ്ണ് തുറക്കാൻ പോകുന്നത് നിന്റെ നേരെയായിരിക്കും. നീയല്ല ദുർഗ, ഞാനാ ദുർഗ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.